ഇന്ന് അപ്പാര ടേസ്റ്റിലൊരു സോയാബീൻ കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം സവാളയും തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 മാഗി ക്യൂബാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത് 3 കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അതേ കടായിൽ തന്നെ ഓയിൽ ഒഴിച്ച് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് വഴന്ന് വന്നപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോയാബീനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊട്ടറ്റോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന. അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി റെഡിയായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. എന്താ ടേസ്റ്റ്!